എന്ത് വന്നാലും കുഴപ്പമില്ല, ഇന്ന് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യില്ല എന്നുള്ളത് അവൻ ആ ചേട്ടനോട് പറഞ്ഞു. എന്നിട്ട് അവൻ ഒന്നുകൂടി ചോദിച്ചു, ശരിക്കും എന്താ റൂമിന്റെ പ്രശ്നം, എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ആയി എന്നവൻ പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് വന്ന ഒരു പയ്യൻ, അവന് ജോലി കിട്ടുന്നുണ്ട്. ആ കിട്ടിയ സന്തോഷത്തിൽ അവൻ അന്ന് രാത്രി കുറച്ച് മദ്യപിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവൻ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഈ പയ്യന്റെ രൂപം പല രീതിയിൽ പല ആൾക്കാരെ ഇങ്ങനെ ഹോണ്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ റൂമിൽ താമസിച്ച ആൾക്കാർക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ കാര്യങ്ങളൂടി കേട്ടതോട് കൂടിയിട്ട് അവന്റെ ഉള്ളിൽ ആ ഭയം വീണ്ടും വീണ്ടും വർദ്ധിച്ചു. എങ്കിലും അന്ന് രാത്രി ഉറങ്ങാതെ അവൻ അവിടെ നിന്ന് പോയി. കുറേ കാലങ്ങൾ ഈ പറഞ്ഞ ചിന്തയും ഈ പറഞ്ഞ അനുഭവം അവനെ വേട്ടയാടി. അവൻ കഷ്ടപ്പെട്ട് ആ പയ്യന്റെ ഫോട്ടോ അവൻ ഒപ്പിച്ചു. ആ ഫോട്ടോ നോക്കിയപ്പോൾ അവൻ വീണ്ടും ഒന്നുകൂടി ഷോക്കായി. കാരണം അവൻ ആ റൂം ലോക്ക് ചെയ്ത ഉടനെ അവനോട് വെള്ളം വേണോ എന്ന് ചോദിച്ചിട്ട് ഒരു പയ്യൻ വന്ന്, ഞാൻ പറഞ്ഞിരുന്നു ഈ കഥയിൽ, അതേ രൂപം. അപ്പോൾ ഇങ്ങനൊരു പയ്യൻ അവിടെ ഉണ്ടോ എന്നുള്ളതോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പയ്യൻ അവിടെ ഈ റൂം ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും അവൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ചിലപ്പോൾ തോന്നലുകളാകാം. പക്ഷെ ഈ ഒരു തോന്നലുകളെ, ഈ ഒരു അവസ്ഥയാണ് പാരാസൈക്കോളജിയിലെ ആദ്യത്തെ വേർഡ് ഞാൻ പറഞ്ഞത്, റെസിഡുവൽ ഹണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് റെസിഡുവൽ ഹണ്ടിങ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ വിശദമായിട്ട് പറയുന്നതാണ്. ഈ ഒരു അനുഭവ കഥ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു.